നമസ്കാരം. പ്രാതൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോകാം പ്രധാന തലക്കെട്ടുകളിലൂടെ. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച 4 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന്. കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാറിന്റെ മൃതദേഹം ഉച്ചയോടെ സംസ്കരിക്കും. പന്തളം സ്വദേശി ആകാശ് എസ് നായർക്ക് ഇന്ന് നാട് വിട നൽകും. പൊതുദർശനം ആരംഭിച്ചു. കൊല്ലം സ്വദേശികളായ ലൂക്കോസ്, സാജൻ ജോർജ് എന്നിവരുടെയും സംസ്കാരം ഇന്ന്. മഞ്ഞുമൽ ബോയ്സിനെതിരായ അന്വേഷണം കടുപ്പിച്ച് ED. നടൻ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്തു. നടപടി പറവ ഫിലിംസ് കമ്പനി കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയിന്മേൽ. നിർമ്മാതാവ് ഷോൺ ആന്റണിയെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുരളി മന്ദിരത്തിലെത്തി. കെ കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. സുരേഷ് ഗോപി എത്തിയത് പത്മജ വേണുഗോപാലിനും BJP നേതാക്കൾക്കുമൊപ്പം. മെട്രോപൊളിറ്റൻ ലൂർദ് മാതാ പള്ളിയിലും സുരേഷ് ഗോപി എത്തും. ജനതാദൾ കേരള ഘടകം പുതിയ പാർട്ടി രൂപീകരിക്കും. സംസ്ഥാന നേതൃയോഗം ചൊവ്വാഴ്ച. നീക്കം CPM-ന്റെയും LDF-ലെ ഘടകകക്ഷികളുടെയും എതിർപ്പ് പരിഗണിച്ച്. സംസ്ഥാനത്ത് റേഷൻ വിതരണം സ്തംഭനത്തിലേക്ക്. വാതിൽപ്പടി വിതരണക്കാരുടെ സമരത്തിൽ. സ്റ്റോക്ക് തീർന്ന റേഷൻ കടകൾ. കോവിഡ് കാലത്തെ കുടിശ്ശിക ആവശ്യപ്പെട്ട് അടുത്തയാഴ്ച മുതൽ വ്യാപാരികളും സമരത്തിലേക്ക്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് RSS മേധാവി മോഹനൻ ഭാഗവതുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം, UP-യിലെ RSS വിപുലീകരണം എന്നിവ ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച ശേഷമുള്ള ഇരുവരുടെയും ആദ്യ കൂടിക്കാഴ്ചയാണിത്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ സമരം ശക്തമാക്കി വിദ്യാർത്ഥികൾ. അടച്ചുപൂട്ടിയ IP വാർഡ് രാത്രി തുറന്നു. പ്രതിഷേധം വിദ്യാർത്ഥി ഐക്യസമിതിയുടെ നേതൃത്വത്തിൽ. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കോട്ടയത്ത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള ആദ്യ വരവ് ആഘോഷമാക്കാൻ BJP നേതാക്കളും പ്രവർത്തകരും. സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ അടക്കമുള്ളവർ സ്വീകരണ യോഗത്തിനെത്തും. സംസ്ഥാനത്തെ ക്രമസമാധാന നില ചർച്ച ചെയ്യുവാൻ പോലീസ് മേധാവിയുടെ യോഗം ഇന്ന്. സംസ്ഥാനത്തെ ഗുണ്ട അഴിഞ്ഞാട്ടവും പോലീസ് ഗുണ്ട ബന്ധവും പ്രധാന അജണ്ട. യോഗം രാവിലെ 10-ന് പോലീസ് ആസ്ഥാനത്ത്. നാലാം ലോക കേരള സഭയ്ക്ക് ഇന്ന് സമാപനം. വൈകിട്ട് ചർച്ചകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകും. 3 ദിവസങ്ങളിലായി നടക്കേണ്ട ലോക കേരള സഭ 1.5 ദിവസമായി വെട്ടിച്ചുരുക്കിയത് കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ. സമാപന സമ്മേളനം ഇന്ന്. ജാതി അധിക്ഷേപ കേസിൽ കലാമണ്ഡലം സത്യഭാമ ഇന്ന് കോടതിയിൽ ഹാജരാകും. നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഹാജരാവുക. കീഴടങ്ങുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവിനനുസരിച്ച്. ഇറ്റലിയിലെ G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങി. പുറപ്പെട്ടത് ഇറ്റലിയിലെ ബ്രിൻഡിസി വിമാനത്താവളത്തിൽ നിന്ന്. ഇറ്റാലിയൻ സർക്കാരിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ചു മോദി. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി സിറിൽ റമാഫോസയെ വീണ്ടും തെരഞ്ഞെടുത്തു. സർക്കാർ രൂപീകരിച്ചത് നിർണായക സഖ്യനീക്കത്തിനൊടുവിൽ. പ്രതിപക്ഷ പാർട്ടികളുമായി റമാഫോസയുടെ ANC പാർട്ടി കൈകോർത്തു.
സുനിത കേജ്രിവാളിനെതിരായ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ റെക്കോർഡ് ചെയ്തെന്നാണ് ആരോപണം. ഓഡിയോ വീഡിയോ റെക്കോർഡിംഗിൽ അന്വേഷണം വേണമെന്നും ആവശ്യം. അരുന്ധതി റോയിയെയും ഷെയ്ഖ് ഷൌക്കത്ത് ഹുസൈനെയും പ്രോസിക്യൂട്ട് ചെയ്യുവാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി. കേസ് 2010 വിവാദ പ്രസംഗത്തെ തുടർന്ന്. കേസ് പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്ന ആരോപണത്തിൽ. യൂറോ കപ്പിലെ ആദ്യ മത്സരത്തിൽ ജർമ്മനിക്ക് ഗംഭീര ജയം. സ്കോട്ട്ലൻഡിനെ 1-5 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. റൂഡിഗറിന്റെ സെൽഫ് ഗോൾ സ്കോട്ട്ലൻഡിന് ആശ്വാസമായി. ജമ്മു കാശ്മീരിലെ സുരക്ഷാ സ്ഥിതി അവലോകനം ചെയ്ത അമിത്ഷാ. നടപടി തുടർച്ചയായുള്ള ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജൂൺ 16 ഉന്നതതല യോഗം ചേരുമെന്ന് റിപ്പോർട്ട്. ISRO മുൻ ശാസ്ത്രജ്ഞനും ചന്ദ്രയാൻ 1 മിഷൻ ഡയറക്ടറുമായിരുന്ന ശ്രീനിവാസ് ഖഡ്ഗെ അന്തരിച്ചു. ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 71 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. മുംബൈ വിജയനഗറിൽ വീട് തകർന്ന് 2 മരണം. മരിച്ചത് സ്ത്രീകൾ. അപകടം 3 നിലയുള്ള വീടിന്റെ ഒരു ഭാഗം തകർന്നു വീണ്.